മാം എങ്ങനെയാണ് മാമിന്റെ MBBS ആ ഒരു വഴിയിലൂടെ എങ്ങനെയാണ് UPSC സിവിൽ സർവീസിന്റെ ആ ഒരു സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോയത്? ഓക്കെ, പേരെന്താണ്? പേര് പറഞ്ഞില്ലല്ലോ. സെലീന. ഓക്കെ സെലീന, എൻ്റെ UPSCയുടെ ഓപ്ഷണൽ മെഡിസിൻ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. 5-5.5 വർഷം ആ ഫീൽഡിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചോദ്യം ചോദിച്ചാലും കുറച്ചെന്തെങ്കിലുമൊക്കെ എന്തായാലും അറിയാമായിരിക്കുമല്ലോ. മാത്രമല്ല, ഞാൻ ആറ്റിങ്ങലിലുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു ആ സമയത്ത്, ഈ പരീക്ഷ എഴുതുന്ന സമയത്ത്. അപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ നേരിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ആവും ചോദിക്കുക. അതുകൊണ്ട് മെഡിസിൻ ആയിരുന്നു എൻ്റെ ഒരു സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ ട്രാൻസിഷൻ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഓപ്ഷണലാണോ മാം മെഡിസിൻ എന്ന് പറഞ്ഞ? ഓപ്ഷണൽ, എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് മെഡിസിൻ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. എന്താണ് സെലീനയുടെ ഓപ്ഷൻ? ഞാൻ മലയാളമാണ്. മലയാളത്തില് പാലായിലല്ലേ കോച്ചിങ് ഉള്ളത്? ഇപ്പൊ നമ്മൾ അബ്സല്യൂട്ട്ലി മലയാളമാണ്. ഞാനാണ് മേഡം മലയാളം എടുക്കുന്നത് ഇവിടെ. ശരി. ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്തൊക്കെ ജോബിനുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. നമ്മുടെ കുട്ടികളാണ് ടോപ്പേഴ്സ്. കഴിഞ്ഞ വർഷം ഈ വർഷം IPS കിട്ടിയ AB ശില്പ ഓപ്ഷണൽ 314 മാർക്ക് ഉണ്ടായിരുന്നു. നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് അവരെല്ലാം തന്നെ. നന്നായി. ഇറ്റ്സ് റിയലി നീഡഡ്. അല്ലെങ്കിൽ മലയാളം എന്തായാലും മലയാളികൾക്കല്ലേ എഴുതാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. ഒരു സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ. അതെ. ഒരു സബ്ജക്ട്. മേഡം എഴുതുമ്പോ 2 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? 2 ഓപ്ഷൻ. ആദ്യം എഴുതിയപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ജോബിനൊക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ IAS കിട്ടിയേനെ. ഞാൻ അന്ന് ആദ്യം എഴുതിയത്, എന്നോട് ഇതിനെപ്പറ്റി ഒരു വലിയ ഐഡിയ ഇല്ലല്ലോ, സിവിൽ സർവീസിനെ പറ്റി ഒരു ഐഡിയ. ഐ വാസ് ടോട്ടലി എ സയൻസ് സ്റ്റുഡന്റ്. സയൻസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇതൊരു ആകസ്മികമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു എന്റെ കരിയറിൽ. അപ്പൊ ഇതെന്താണ്, ഇത് നമ്മൾ എഴുതിയാൽ കിട്ടുമോ എന്നൊക്കെയുള്ള ഭയങ്കര സംശയമായിരുന്നു. കിട്ടത്തില്ലെന്ന് ഉറപ്പായിരുന്നു. ആക്ച്വലി കിട്ടിയപ്പം ഇന്റർവ്യൂ കോൾ വന്നപ്പോ എനിക്കും എന്നെ അറിയാവുന്ന എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു, ഇതെങ്ങനെ ഇന്റർവ്യൂ കോൾ കിട്ടി. അപ്പോ അന്ന് എന്നോട് എല്ലാരും പറഞ്ഞു, ഒന്നും അറിയത്തില്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുത്താൽ മതി, എന്തെങ്കിലും എഴുതിയാൽ മതി, എന്തായാലും കുറച്ച് മാർക്ക് എന്തായാലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുത്തു. ആ കൊല്ലം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വളരെ എല്ലാവർക്കും ബുച്ചർ ചെയ്ത വർഷമായിരുന്നു. എല്ലാവർക്കും മാർക്ക് കുറവായിരുന്നു. ആ സമയം എനിക്ക് 170 മാർക്ക് മറ്റുമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന് കിട്ടിയത്. എന്നിട്ടും ഞാൻ റെയിൽവേ സർവീസിൽ കയറി എന്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ. ബാക്കിയെല്ലാം നന്നായി സ്കോർ ചെയ്തു. മെഡിസിനൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് അറിയാവുന്നവരോടൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഓപ്ഷണൽ മാറ്റി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലാതെ എന്ത് ഓപ്ഷണൽ ആക്കിയാലും ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പം ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു എന്തുവാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അൾട്ടിമേറ്റ്ലി ഞാൻ അതിനകത്താണ് ഇപ്പം ജോലി ചെയ്യുന്നത്. ആലോചിച്ച്. അപ്പൊ അന്ന് ഞാൻ കുറെ ശ്രമിച്ചു, ബോട്ടണി എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റും, വായിച്ചാലും മനസ്സിലാവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു, എത്ര മോശം, ഏറ്റവും വേഴ്സ്റ്റ് മാർക്കല്ലേ കിട്ടിയേക്കുന്നേ, 170 മറ്റോ. ഇതിനേക്കാളും വേഴ്സ് ആകാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് ഇത് തന്നെ വെച്ച് എഴുതിയാൽ മതി, അപ്പൊ എന്തെങ്കിലും കുറച്ച് ബെറ്റർ കിട്ടുമെന്ന്. അത് അത്തവണ എഴുതിയപ്പോ എനിക്ക് 143 മാർക്ക് കിട്ടി. അത് എല്ലാവർക്കും മോശമായിരുന്നു കേട്ടോ. ജനറലി പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ടോട്ടലി ബുച്ചർ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ആദ്യത്തേക്കാളും മോശം പെർഫോമൻസ് ആയിരുന്നു. അന്ന് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് കിട്ടി എനിക്ക്. ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിൽ ഇരുന്നിട്ട് ഭാഗ്യത്തിന് അവർ ഒരു ഓപ്ഷണൽ മാറ്റി. അപ്പൊ ഞാൻ ഒന്നുകിൽ ഞാൻ കുറച്ച് താമസിച്ച് ജനിക്കണമായിരുന്നു, അല്ലെങ്കിൽ ജോബിനെ പോലെ ആരെങ്കിലും ഉണ്ടായിരിക്കണമായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് 3 അറ്റംപ്റ്റ് ഞാൻ എഴുതിയതിൽ ബാക്കി എല്ലാ സ്കോറും